ഹമാസ് കസ്റ്റഡിയിൽ മരിച്ച 4 ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകി. 2 കുട്ടികളുടെയും 2 മുതിർന്നവരുടെയും മൃതദേഹമാണ് കൈമാറിയത്. കുട്ടികൾ സഹോദരങ്ങളാണ്. ഇസ്രായേലി ബോംബാക്രമണത്തിൽ ഇവർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസിൻ്റെ വിശദീകരണം. ബീബാസ് കുടുംബാംഗം ഷിറി, ഇവരുടെ മക്കളായ 9 മാസം പ്രായമുള്ള കെഫിർ, 4 വയസ്സുകാരൻ ഏരിയൽ എന്നിവരുടെ മൃതദേഹം ഉൾപ്പെടെയാണ് കൈമാറിയത്. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, ഈ വെടിനിർത്തൽ കരാർ അതങ്ങനെ നിൽക്കുമ്പോൾ, സമാധാന ശ്രമം പല വശങ്ങളിൽ നിന്ന് തുടരുമ്പോൾ 4 പേരുടെ മൃതദേഹം കൈമാറുന്നു, എന്നിട്ട് ഇസ്രയേലിൻ്റെ ആക്രമണത്തിലാണത് സംഭവിച്ചതെന്ന് പറയുന്നു. എന്താണ് ശരിക്കും ഉണ്ടായത്? ാണ് കഴിഞ്ഞ 2023 ഒക്ടോബർ 7-നാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കെഫറും ഏരിയലും അതുപോലെ തന്നെ അവരുടെ അമ്മ സിറിയുമാണ് ഇപ്പോൾ 3 പേര് ബിബാസ് കുടുംബാംഗങ്ങളെ അത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ലോകം മുഴുവൻ ബിബാസ് കുടുംബാംഗങ്ങളായ ഈ 3 പേരെയാണ് 3 പേരുടെ മൃതദേഹങ്ങളാണ് വിട്ടുകൊടുത്തത്. ഈ മൃതദേഹങ്ങൾ 9 മാസം പ്രായമായ കുഞ്ഞും 4 മാസം പ്രായമായ കുഞ്ഞും അതുപോലെ തന്നെ അവരുടെ അമ്മയുമാണ്. മറ്റൊരു മുതിർന്ന സമാധാന പ്രവർത്തകനാണ് ലിഫ്ഷീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടിയാണ് മൃതദേഹങ്ങൾ അപ്പോൾ 4 മൃതദേഹങ്ങൾ, 2 മുതിർന്നവരുടെയും 2 കൊച്ചുകുട്ടികളുടെയും മൃതദേഹമാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇവർ ഇന്നാണ് മരിച്ചത് എന്ന് സംബന്ധിച്ചെല്ലാം തന്നെ കുറേ കൂടി വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് വിട്ടു നൽകുമെന്ന്, അതായത് മൃതദേഹങ്ങൾ വിട്ടു നൽകുമെന്ന നിലപാട് ഇക്കഴിഞ്ഞ ദിവസമാണ് ഹമാസ് അറിയിക്കുകയും ചെയ്തത്. മാത്രമല്ല, ശനിയാഴ്ച 6 ബന്ദികളെ കൂടി വിട്ടയക്കുമെന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നതിനൊപ്പമാണ് 4 മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുമെന്ന് അറിയിച്ചത്. ഇവരുടെ പിതാവ്, ഈ കുട്ടികളുടെ പിതാവും ഈ ഷിറിയുടെ ഹസ്ബൻഡുമായ യാർദനെ നേരത്തെ തന്നെ വിട്ടയച്ചിരുന്നു. അവരെ ജീവനോടെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഈ 3 പേരുടെ മരണകാരണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. അത് ഒരു വിശദീകരണം നിലയ്ക്ക് ബന്ദികളായ 4 പേർ മരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. മറ്റൊന്ന്, ഇസ്രയേലിന് മേൽ ആ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നു. അതായത് നിലവിലുള്ള സമാധാന ശ്രമങ്ങളെ, സമവായങ്ങളെ ഈ സംഭവം എങ്ങനെ ബാധിക്കാനാണ് സാധ്യത? പക്ഷേ നിലവിലെ സമാധാന നീക്കങ്ങളെ ഇത് ബാധിക്കാനുള്ള സാധ്യത തുലവും കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇതൊരു കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഹമാസ് വെടിനിർത്തൽ കരാറിൽ എത്തിപ്പെട്ടിട്ടുള്ളതും. ഈ 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുക എന്നൊരു ഉത്തരവാദിത്തപൂർണ്ണമായൊരു നടപടി ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന വിശദീകരണം. എന്നാൽ ഇസ്രായേൽ ഇത് സംബന്ധിച്ചൊരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. അത് ഏതാണ് ബോംബാക്രമണം ഉണ്ടായത്, എന്താണ് മരണകാരണമായത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. മൃതദേഹത്തിൻ്റെ തുടർ പരിശോധനകളെല്ലാം തന്നെ ഇസ്രായേൽ നടത്തേണ്ടി വരും. അതിനുശേഷം മാത്രമേ ഇത് ഏത് രീതിയിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്ന് സംബന്ധിച്ച ഒരു കൃത്യതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, 2 തവണ മുമ്പ്, അതായത് ഈ അവസാനം ബന്ദികളെ വിട്ടയക്കുന്നതിന് തൊട്ടു മുമ്പത്തെ ശനിയാഴ്ച വിട്ടയച്ച ബന്ദികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അവർ നേരത്തെ നമുക്കറിയാവുന്നതാണ്, വളരെയധികം ഭാരക്കൂടുതലുള്ളൊരു വ്യക്തി, തീർത്തും അണ്ടർ വെയ്റ്റായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായി എന്നെല്ലാം തന്നെ ട്രംപ് വളരെ കൃത്യമായി പറയുന്നൊരു അവസ്ഥയും ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പീഡനം അവിടെ നടക്കുന്നുണ്ട്, ഒരു വംശീയ പീഡനം നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. അത്തരത്തിലേതെങ്കിലും ദുരൂഹമായ കാര്യങ്ങളാണോ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചൊരു വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തുതന്നെയായാലും 4 മൃതദേഹങ്ങൾ അവർ വിട്ടുകൊടുത്തിരിക്കുന്നു. 2 മുതിർന്നവരുടെയും ഈ അമ്മയുടെയും 2 കുട്ടികളുടെയും മറ്റൊരു മുതിർന്ന വ്യക്തിയുടെയും ഒരു സമാധാന പ്രവർത്തകൻ്റെയുമാണ് മൃതദേഹങ്ങൾ ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ ഇനി തുടർ പഠനങ്ങളും പരിശോധനകളും നടത്തിയതിനു ശേഷം അന്തിമമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. ഹമാസ് കസ്റ്റഡിയിൽ മരിച്ച 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകി. ഇസ്രയേലി ബോംബാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് വിശദീകരിക്കുന്നത്. പക്ഷേ വിവരങ്ങൾ കൂടുതൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും 2 കുട്ടികളടക്കം 4 പേരുടെ മൃതദേഹമാണ് കൈമാറിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.